കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. കാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുമുഖം കണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം കണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ തിരുമാറിൽ ചാഞ്ഞു കിടന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുഹൃദയത്തിന്റെ സ്നേഹം ആസ്വദിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ആത്മാക്കളുടെ തീഷ്ണതയുള്ള സ്നേഹിതനായ ഈശോയേ, പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയേ, ജീവന്റെ അധികാരിയായ ഈശോയേ, സമാധാനത്തിന്റെ രാജാവായ ഈശോയേ, ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയേ. Praise the Lord. Hallelujah. എല്ലാം ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖകാന്തിയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖകാന്തിയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ആരാധന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഈ ശുശ്രൂഷയുടെ സമയം. ഈശോയുടെ തിരുമുഖം കണ്ട്
അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ തിരുമാറിൽ ചാഞ്ഞു കിടന്ന് അവിടുത്തെ തിരുമൊഴി കേൾക്കുന്ന ഈ മനോഹരമായ സൗഭാഗ്യ സമയത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തിരുവചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈശോയെ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നത്? തന്റെ നാമം വെറുതെ ഉപയോഗിക്കരുത്, വൃഥ ഉപയോഗിക്കരുത് എന്നല്ലേ വചനം പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കണമെന്ന് ഈശോ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈശോ എങ്ങനെയാണ് തന്റെ തിരുനാമത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈശോ എങ്ങനെയാണ് തന്റെ നാമത്തെ പ്രൊമോട്ട് ചെയ്തത്? വിമർശിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗം മത്തായിയുടെ സുവിശേഷം 7:21 അത് കോട്ട് ചെയ്ത് പറയാറുണ്ട്. ഈശോയുടെ ഒരു വചനമാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന വചനം കോട്ട് ചെയ്തിട്ട് വിമർശിക്കുന്നവർ പറയും, അതുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ചപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവിന്റെ ആഗ്രഹം അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, തന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നത് അത് കർത്താവിന്റെ ആഗ്രഹമാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന്. അതായത് ഈശോ തന്റെ നാമത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 തിരുവചനങ്ങളിൽ ഈശോ പറയുന്നു, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഈശോ അതൊരു കമാൻഡ്മെന്റ് ആയിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുവിൻ എന്ന്. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പൊ ഈശോ തന്റെ നാമത്തെ പ്രൊമോട്ട് ചെയ്തതെന്ന് മാത്രമല്ല, ആദിമസഭയിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത്, അവർ ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? അവർ അറിയപ്പെട്ടിരുന്നത് നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എന്നായിരുന്നു. അച്ഛൻ ആവർത്തിക്കട്ടെ, ക്രിസ്ത്യാനികൾ, ഈശോയിൽ വിശ്വസിക്കുന്നവര് ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന പേര് നാമം, അതായത് യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ എന്നായിരുന്നു. ഒരു